എജ്യൂകേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSC 2019 നടത്തിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 52/2019. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് GK ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഓപ്ഷൻ എ ദിനാന്തരീക്ഷ സ്ഥിതി. ദിനാന്തരീക്ഷ സ്ഥിതിയാണ് ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മഗധ. മഗധയാണ് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത്. 23ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ ഡി രസബാരോമീറ്റർ. രസബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആര്? ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ഓപ്ഷൻ സി ജൊനാഥൻ ഡങ്കൻ. ജൊനാഥൻ ഡങ്കനാണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ജെർമി ബന്താം. ജെർമി ബന്താമിൻ്റെ വാക്കുകളാണ് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത്. 29ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി നിംബസ് മേഘങ്ങൾ. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ നിംബസ് മേഘങ്ങളാണ്. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? ഓപ്ഷൻ ബി ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാനാണ് കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ജരേക്കറുടെ ആത്മകഥ ഏത്? മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ജരേക്കറുടെ ആത്മകഥ ഏത്? ഓപ്ഷൻ സി ഇംപെർഫെക്റ്റ്. ഇംപെർഫെക്റ്റ് ആണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ജരേക്കറുടെ ആത്മകഥയുടെ പേര്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ ഭാഗം ഏത്? റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ ഭാഗം ഏത്? ഓപ്ഷൻ എ അയണോസ്ഫിയർ. അയണോസ്ഫിയർ ആണ് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ ഭാഗം. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത്? ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത്? ഓപ്ഷൻ സി ഹിമാദ്രി. ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന
ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? 35ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളവിനം ഏത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളവിനം ഏത്? ഓപ്ഷൻ ബി പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളവിനം. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേര്? ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേര്? ഓപ്ഷൻ ഡി സംവഹന വൃഷ്ടി. സംവഹന വൃഷ്ടിയാണ് ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേര്. 19ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏത്? 19ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ബി പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജമാണ് 19ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം. യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? ഓപ്ഷൻ എ ടൈഗ. ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി കണ്ട്ല. ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം കണ്ട്ലയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയിലെ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ തുഷാർ മേത്ത. തുഷാർ മേത്തയാണ് ഇന്ത്യയിൽ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏത്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി. വരിക വരിക സഹചരെ എന്നത് ആരുടെ വരികളാണ്? വരിക വരിക സഹചരെ എന്നത് ആരുടെ വരികളാണ്? ഓപ്ഷൻ എ അംശി നാരായണപിള്ള. അംശി നാരായണപിള്ളയുടെ വരികളാണ് വരിക വരിക സഹചരെ എന്നത്. റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? ഓപ്ഷൻ ബി പശ്ചിമവാദങ്ങൾ. പശ്ചിമവാദങ്ങളാണ് റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി സാങ്പോ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏത് കമ്പനിയെയാണ് ഏറ്റെടുത്തത്? അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏത് കമ്പനിയെയാണ് ഏറ്റെടുത്തത്? ഓപ്ഷൻ ഡി ഫ്ലിപ്കാർട്ട്. അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഫ്ലിപ്കാർട്ട് കമ്പനിയെയാണ് ഏറ്റെടുത്തത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏത്? മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏത്? ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? ഓപ്ഷൻ സി സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ഇന്ത്യയിലെ ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഇന്ത്യയിലെ ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്?
ഓപ്ഷൻ എ ഗോദാവരി. ഗോദാവരിയാണ് ഇന്ത്യയിലെ ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും വലുത്. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? ഓപ്ഷൻ ഡി ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമിയാണ് ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ഏത്? മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ഏത്? ഓപ്ഷൻ എ ജാമിയ മില്ലിയ ഇസ്ലാമിയ. ജാമിയ മില്ലിയ ഇസ്ലാമിയയാണ് മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം. സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം. സേവാസദൻ ആരുടെ കൃതിയാണ്? സേവാസദൻ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി പ്രേംചന്ദ്. പ്രേംചന്ദിൻ്റെ കൃതിയാണ് സേവാസദൻ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ജനീവ. ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര്? കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര്? ഓപ്ഷൻ ഡി ഹരിത വിപ്ലവം. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏത്? ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏത്? ഓപ്ഷൻ സി ആന്ത്രോത്ത്. ആന്ത്രോത്താണ് ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ്. ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര്? ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര്? ഓപ്ഷൻ എ ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസാണ് ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ. സമ്പദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര്? സമ്പദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് സമ്പദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ സി വയനാട്. വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ്? ഓപ്ഷൻ എ ഏഷ്യ. ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൻകര. തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹം ഏത്? തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹം ഏത്? ഓപ്ഷൻ ഡി ലാൻഡ്സാറ്റ്. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി അഗസ്റ്റ് കോംതെ. അഗസ്റ്റ് കോംതെയാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ലോക്പാൽ. ലോക്പാലാണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം. രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏത്? രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏത്? ഓപ്ഷൻ ബി പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തമാണ് രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ്? ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ്?
ഓപ്ഷൻ ഡി ചാൾസ് മെറ്റ്കാഫ്. ചാൾസ് മെറ്റ്കാഫ് ആണ് ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആരാണ്? ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാരഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏത്? സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാരഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ സി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാരഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. പിക്ക് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഡെപ്പോസിറ്ററി. ഓപ്ഷൻ ഡി ട്രസ്റ്റി. The fifth chapter comprises dash 3 sections. ഓപ്ഷൻ സി ആണ് ഉത്തരം. നോ പ്രിപ്പൊസിഷൻ. 73ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. The one word for a person who doubts in religious practices. ഓപ്ഷൻ ബി skeptic. The idiom bury the hatchet means dash. ഓപ്ഷൻ സി stop enmity. Victor seldom visits his uncle dash add proper question tag. Option D does he. Khalil Gibran is one of the greatest poets of the world. Pick out the comparative degree of the sentence. Option A Khalil Gibran is greater than many other poets of the world. The passive form of I keep my books here is option D. My books are kept here. Pick out the correctly spelt word. Option A. Constellation. We need 2 more players to dash the team. Supply suitable phrasal verb. Option B. Make up. We need 2 more players to make up the team. Spot the error part in the sentence. The principal was A. Pleased that the students B. Do not violate C. The rule of the college D. Spot the error part in the sentence. ഓപ്ഷൻ സി ആണ് ഉത്തരം. സി എറർ പാർട്ട് ഡു നോട്ട് വയലേറ്റ്. വാട്ട് വിൽ യു ഡു ഡാഷ് നൗ ആൻഡ് 5 o'clock. ഓപ്ഷൻ ഡി ബിറ്റ്വീൻ. വാട്ട് വിൽ യു ഡു ബിറ്റ്വീൻ നൗ ആൻഡ് 5 o'clock. മെനി എ മിക്കിൾ ഡാഷ് എ മക്കിൾ സപ്ലൈ കറക്റ്റ് ടെൻസ് ഫോം. ഓപ്ഷൻ എ makes. Many a mickle makes a muckle. The idiom lingua franca means option A. Common language. The indirect form of the sentence I came here yesterday to get the work started, said Naveen, is option B. Naveen said that he had come there the day before to get the work started. I drink tea. The sentence is a or an dash. Option A. Affirmative. Pick out the compound word. Option C. Birthday. If he had won the race, he dashed the champion. Option D. Would have been. If he had won the race, he would have been the champion. I went there yesterday. The sentence is the answer to the question. Option D. When did you go there? Dash of ladies. Pick out the suitable collective noun. Option B. Bevy. Bevy of ladies.
അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. ശരിയായ പദമേത്? ഓപ്ഷൻ ബി അമാത്യൻ. വാക്യം ശുദ്ധീകരിക്കുക. ഓപ്ഷൻ ഡി ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ്. നീലോത്പല മിഴിമാർ എന്ന പദത്തിൻ്റെ ശരിയായ വിവക്ഷയെന്ത്? ഓപ്ഷൻ സി നീലോത്പലത്തിനു സമാനമായ മിഴികളോടുകൂടിയ സ്ത്രീകൾ. നദി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സരസ്. അചഞ്ചലം എന്ന പദത്തിൻ്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ചഞ്ചലം. മണ്ണിനടിയിൽ പൊന്നമ്മ ഈ കടങ്കഥ ലക്ഷ്യമാക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ സി മഞ്ഞൾ. പിരിച്ചെഴുതുക. പ്രതിദിനം അനുഭവം മാമി ആരാധികയുടെ പ്രേമോപഹാരം. ഓപ്ഷൻ ബി പ്രതി പ്ലസ് ദിനം പ്ലസ് അനുപമം പ്ലസ് ആം പ്ലസ് ഇ പ്ലസ് ആരാധികയുടെ പ്ലസ് പ്രേമ പ്ലസ് ഉപഹാരം. കളേബരം എന്ന പദത്തിന് സമാനമായ പദം എഴുതുക. ഓപ്ഷൻ എ ശരീരം. അഭിനേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻ ഡി അഭിനേത്രി. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്ന പഴഞ്ചൊല്ലിന് ഏറ്റവും മികച്ച തർജ്ജമ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി വെയിലുള്ളപ്പോൾ വൈക്കോൽ കച്ചിയുണക്കുക. അടുത്തതായി നമുക്ക് മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 എത്ര? ഓപ്ഷൻ സി 7/32. രണ്ടാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. 25,000 രൂപയുടെ ഒരു ലാപ്ടോപ്പിൻ്റെ വില ആദ്യം 10% കുറച്ച ശേഷം 20% കൂട്ടുന്നുവെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഇപ്പോഴത്തെ വില എത്ര രൂപ? ഓപ്ഷൻ എ 27,000 രൂപ. ഒരു സൈക്കിൾ വാങ്ങിയ വിലയേക്കാൾ 220 രൂപ കുറച്ച് വിറ്റപ്പോൾ 8% നഷ്ടം വന്നു എങ്കിൽ സൈക്കിളിൻ്റെ വാങ്ങിയ വില എത്ര രൂപയാണ്? ഓപ്ഷൻ ഡി 2,750. ഒരാൾ 10,000 രൂപ 8% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കടമെടുക്കുന്നുവെങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾ എത്ര തുക പലിശയായി നൽകണം? ഓപ്ഷൻ ബി 1,664. രണ്ട് ഗോളങ്ങളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 27:64 ആയാൽ അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഓപ്ഷൻ സി 3:4. ഒരു കാറിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ 54 km/മണിക്കൂർ ആയാൽ ആ കാർ 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്ര കിലോമീറ്റർ? ഓപ്ഷൻ എ 117. 50 പണിക്കാർ ചേർന്ന് 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി 60 പേർ ചേർന്ന് പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും? ഓപ്ഷൻ സി 10. ആദ്യത്തെ 39 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ഓപ്ഷൻ ഡി 20. -1^5 -1^5 എത്ര? ഓപ്ഷൻ സി -2. പാദവക്കിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ഉയരം 12 സെൻറ്റിമീറ്റർ ആയ ഒരു സമചര സ്തൂപികയുടെ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്റർ ആണ്? ഓപ്ഷൻ ഡി 400. 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ എ 2500. ചുവടെയുള്ള ശ്രേണിയിൽ തുടർന്ന് വരുന്ന സംഖ്യ ഏത്? 2, 5, 12, 27, 58 ഡാഷ്. ഓപ്ഷൻ ബി 121. അഖിൽ നിൽക്കുന്ന ഭാഗത്തു നിന്നും 8 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്ന ശേഷം 5 മീറ്റർ തെക്കുഭാഗത്തേക്ക് നടന്നു. അതിനുശേഷം 20 മീറ്റർ ദൂരം കിഴക്കോട്ട് നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നടക്കാൻ തുടങ്ങിയ സ്ഥലത്തേക്ക് എത്താനുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര മീറ്ററാണ്? ഓപ്ഷൻ ബി 13. 15ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാക്കാനുള്ള സാധ്യത എത്രയാണ്? ഓപ്ഷൻ ഡി 6/90. ഒരു കോഡ് ഭാഷയിൽ 20 എന്നത് 863
985 എന്നും 11 എന്നത് 323039 എന്നും എഴുതിയിരിക്കുന്നുവെങ്കിൽ 12 എന്നത് എങ്ങനെ എഴുതാം? ഓപ്ഷൻ സി 863203. ഗണേഷിൻ്റെ അച്ഛൻ രാധികയുടെ സഹോദരനാണെങ്കിൽ രാധിക ഗണേഷിൻ്റെ ആരായിരിക്കും? ഓപ്ഷൻ എ അമ്മായി. സമയം 3:30 ക്ലോക്കിലെ സൂചികൾക്കിടയിൽ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഓപ്ഷൻ ബി 75 ഡിഗ്രി. 30 മിഠായി കുറേ കുട്ടികൾക്ക് വീതിച്ചു കൊടുത്തു. കൂട്ടത്തിലെ ഒരു മിടുക്കൻ പറഞ്ഞു, നമ്മളിൽ ഒരാൾ കുറവായിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഒരു മിഠായി കൂടി കൂടുതൽ കിട്ടുമായിരുന്നു. നിലവിൽ കൂട്ടത്തിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? ഓപ്ഷൻ സി 6. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.